ഹലോ കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിയായിട്ടുള്ള അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, അതുപോലെ നല്ലൊരു ഫ്ലേവറിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. പിന്നെ നമുക്കിത് വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങായാലും ഗ്രീൻ പീസ് ആയാലും ഒക്കെ വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ചപ്പാത്തി ഇതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയതായാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എടുക്കാം. എന്നിട്ട് അത് നടുകെ കീറിയിട്ട് ഇതുപോലെ 2 പീസാക്കി എടുക്കുക. അതിലൊരു പീസ് എടുത്ത് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ കുറച്ച് മസാല ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ഭാഗത്ത്. അത് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് കോണായിട്ട് നമ്മൾ സമൂസയൊക്കെ ഒന്ന് മടക്കിയെടുക്കുന്ന പോലെ ഒരു ട്രയാങ്കിളായിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, വീഡിയോയിലുള്ളതുപോലെ തന്നെ നമുക്കത് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ മസാല കുറച്ച് പുരട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വിട്ടു പോരാതെ നല്ലതുപോലെ അത് ഒട്ടിയിരിക്കും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മസാല അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒട്ടിയിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് ക്ലോസ് ആക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല ഒരു സമൂസയുടെയൊക്കെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കണമെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് മടക്കി എടുത്തിട്ടുള്ള ചപ്പാത്തിയുടെ ആ ഒരു സമൂസ എടുത്തിട്ട് നമുക്ക് ആദ്യം മുട്ടയുടെ മിക്സിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കോൺഫ്ലേക്സിലും അത് ഇട്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ഓരോ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സും ഇട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്